പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പെട്ടെന്ന് പിന്മാറിയ വാർത്ത ആഗോള വിപണിയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ ഓഹരി വിപണിയിലേക്കാൾ ഇതിന്റെ ആദ്യത്തെ പ്രതികരണം കണ്ടത്. നിക്ഷേപകർ ഇപ്പോൾ വലിയ ആശങ്കയാണ് ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ തീരുമാനം ഭാവിയിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രധാന ചോദ്യമാകുന്നത്. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഒപെക്കിൽ നിന്ന് പുറത്തു പോകുന്നത് എണ്ണവില കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചിലർ കരുതുന്നു. കാരണം ഇനി ക്ക് ഉൽപാദന നിയന്ത്രണങ്ങളില്ലാതെ കൂടുതൽ എണ്ണ വിപണിയിലേക്ക് എത്തിക്കാനാകും. പക്ഷേ മറ്റൊരു വശത്ത് ഒപെക് പോലുള്ള ശക്തമായ കൂട്ടായ്മ ദുർബലമാക്കുന്നുവെന്ന ആശങ്കയും വിപണിയിലുണ്ട്. ഒപെക് പല വർഷങ്ങളായി ആഗോള എണ്ണവില നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവച്ച സംഘടനയാണ്. ആയതിനാൽ അതിന്റെ ശക്തി കുറയ്ക്കുന്നതും വിപണിയിൽ അനിശ്ചിതത്വമുണ്ടാക്കും. ഇതിനിടെയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സമ്മർദ്ദം കൂടുതൽ കടുപ്പിച്ചത്. ഇറാൻ നേരത്തെ തന്നെ വിവിധ ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യമാണ്. ഇപ്പോൾ ട്രംപ് എടുത്ത പുതിയ നിലപാടുകൾ പ്രശ്നം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇറാനിൽ എണ്ണ വാങ്ങുന്ന കമ്പനികൾക്ക് സഹായം നൽകുന്ന ബാങ്കുകൾക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങൾ വന്നതോടെ എണ്ണവിലയിൽ വീണ്ടും മാറ്റമുണ്ടായി. അമേരിക്കൻ ക്രൂഡ് ഓയിൽ എന്നറിയപ്പെടുന്ന WTIയുടെ വില ബാരലിന് $100 കടന്നു. അതേസമയം ബ്രെന്റ് ക്രൂഡിന് വിലയും $110 മുകളിലെത്തി. എണ്ണവില ഉയർന്നാൽ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ ജീവിത ചെലവും കൂടും. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഓഹരി വിപണികളിൽ ഈ സംഭവങ്ങളുടെ പ്രതിഫലനം വ്യക്തമാക്കി കണ്ടു. നിക്കൈ എന്ന ജാപ്പനീസ് സൂചിക താഴ്ന്നു. ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ഷാങ്ഹായ് തുടങ്ങിയ വിപണികളും നഷ്ടത്തിലായിരുന്നു. എന്നാൽ ഹോങ്കോങ് വിപണി ചെറിയ നേട്ടം കൈവരിച്ചു. യൂറോപ്യൻ വിപണിയിലും ഇങ്ങനെ തന്നെ കലർന്ന പ്രകടനമാണ് കണ്ടത്. ഇന്ത്യയിലെ വിപണികളും അത്ര സ്ഥിരതയുള്ളതല്ല. നിഫ്റ്റി രാവിലെ ഉയർച്ചയും ഇടിവും കാണിച്ചെങ്കിലും പിന്നീട് ചെറിയ നേട്ടത്തിലേക്ക് മാറി. കഴിഞ്ഞ ദിവസത്തെ വ്യാപാരത്തിൽ നിഫ്റ്റിയും സെൻസെക്സും ഇരുവരും താഴ്ന്നിരുന്നു. വിപണിയിലെ ഈ ചാഞ്ചാട്ടം നിക്ഷേപകർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അമേരിക്കയിലെ ഓഹരി വിപണികളും പൂർണ്ണമായി ഒരേ ദിശയിൽ പോയില്ല. S&P 500 താഴ്ന്നപ്പോൾ നാസ്ഡാക്ക് ഉയർന്നു. ഡൗ ജോൺസ് ചെറിയ നഷ്ടത്തിലാണ് അവസാനിച്ചത്. എന്നാൽ ഫ്യൂച്ചേഴ്സ് വിപണിയിൽ പിന്നീട് ചെറിയ നേട്ടം കാണപ്പെട്ടു. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ വിപണി ഇപ്പോഴും വ്യക്തമായ ദിശ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയാം. ഇന്നത്തെ വ്യാപാരത്തിൽ ഒരു പ്രധാന കാര്യമാണ് ടെക് കമ്പനികളുടെ ഫലം. മാഗ്നിഫിസന്റ് 7 എന്ന് വിളിക്കപ്പെടുന്ന വലിയ കമ്പനികളുടെ പ്രകടനം വിപണിയെ ബാധിക്കും. അതിൽ ആൽഫബറ്റ്, ആമസോൺ, മെറ്റ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ഉൾപ്പെടുന്നു. ഇവയെ വരുമാന റിപ്പോർട്ടുകൾ നിക്ഷേപകർ ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ഓപ്പൺ AI വരുമാനം പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞു. ഇത് ടെക് മേഖലയിൽ ചെറിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വലിയ കമ്പനികളുടെ പ്രകടനം നല്ലതല്ലെങ്കിൽ അത് വിപണിയിൽ ഉടൻ തന്നെ പ്രതിഫലിക്കും. മറ്റൊരു പ്രധാന വിഷയം ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത മാർഗങ്ങളിലൊന്നാണിത്. ഇവിടെ സംഘർഷം കടക്കുമ്പോൾ ആഗോള വിപണിയിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. ചർച്ചകൾക്ക് സാധ്യത കുറയുകയാണ്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് വീണ്ടും കടുത്ത പ്രസ്താവനകളുമായി രംഗത്തെത്തിയത്. വൈറ്റ് ഹൌസിൽ നടന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ശത്രുവിനെ സൈനികമായി തോൽപ്പിച്ചുവെന്നാണ്. കൂടാതെ ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നിലപാട് പ്രശ്നം കൂടുതൽ കടുപ്പിക്കാൻ ഇടയാകും. ഇതിനിടെ യൂറോപ്പിൽ നിന്ന് വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. ജർമ്മനിയുടെ നേതാവായ ഫെഡറിക് മെർസ് അമേരിക്കയെ വിമർശിച്ചു. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് വ്യക്തമായ തന്ത്രമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ച ചെയ്യാതെ അമേരിക്ക നീക്കം നടത്തിയതും അദ്ദേഹം ചോദ്യം ചെയ്തു. ഇതിന് ട്രംപ് ശക്തമായി പ്രതികരിച്ചു. മെർസ് പറയുന്നത് ശരിയായ കാര്യങ്ങളല്ല എന്നും ഇറാൻ ആണവായുധം സ്വന്തമാക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നതെന്നും ട്രംപ് ചോദിച്ചു. ഇതിലൂടെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വ്യക്തമാകുന്നു. അതേസമയം ചൈനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇവിടെ പ്രധാനമാണ്. ഇറാനിൽ എണ്ണ വാങ്ങുന്ന ചൈനീസ് കമ്പനികളെ സഹായിക്കുന്ന ബാങ്കുകൾക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനകം തന്നെ ഒരു വലിയ റിഫൈനറിക്ക് മേൽ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ആഗോള വ്യാപാരത്തെയും ബാധിക്കും. സ്വർണ്ണവിലയും ചെറിയ മാറ്റങ്ങളുണ്ടായി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞ് താഴ്ന്നെങ്കിലും വീണ്ടും ഉയർന്ന നിലയിലാണ്. കേരളത്തിലും വലിയ മാറ്റമുണ്ടെങ്കിലും എണ്ണവിലയും ഡോളറിന്റെ മാറ്റവും സ്വർണ്ണവിലയെ സ്വാധീനിക്കും. ഇതിനൊപ്പം ഇന്ത്യൻ രൂപയും ഡോളറിനെതിരെ ദുർബലമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപയുടെ മൂല്യം കുറഞ്ഞത് സാമ്പത്തിക രംഗത്ത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഇത് ഇറക്കുമതി ചെലവ് കൂട്ടാൻ കാരണമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.